സഹോദരന്മാരെ, ലോകത്ത് ശത്രുക്കളില്ലാത്ത ആളുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൽസ്വഭാവം മാത്രം കാണിച്ച് ജീവിച്ചിരുന്ന ലോകൈക ഗുരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ജീവിതം പരിശോധിച്ചു നോക്കുന്ന സമയത്ത് ആ ശത്രുക്കളൊക്കെ തങ്ങളെ മിത്രങ്ങളായി മാറുന്ന രംഗങ്ങൾ പലപ്പോഴായി നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശത്രുവിനെ നമുക്ക് നമ്മുടെ മിത്രമാക്കി എടുക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉറപ്പെടുത്തിയിട്ടുണ്ട്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങളോട് ശത്രുത കാണിക്കുന്ന ആളുകൾ മോശമായ രീതിയിൽ നിങ്ങൾ പെരുമാറിക്കഴിഞ്ഞാലും ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നല്ല രീതിയിൽ അവരുമായിട്ട് നിങ്ങൾ പെരുമാറിക്കൊള്ളുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. നിങ്ങളോട് ശത്രുത കാണിക്കുന്ന ആളുകൾ നിങ്ങളൊരു ആത്മമിത്രത്തെ പോലെ വർത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ശത്രുവായി കാണുന്നവർ അല്ലെങ്കിൽ നമ്മോട് ശത്രുത കാണിക്കുന്ന ആളുകളോട് ആ രീതിയിൽ പെരുമാറ്റം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൂടെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ചേർത്താൻ കഴിയുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആളുകളെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കണ്ട ഒരാളെ പേര് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തു നോക്കൂ. അങ്ങനെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചു നോക്കൂ. ആ രീതിയിലൊന്ന് വർത്തിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു തആല നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.